ഒരു ബെറ്റർമെൻറ്റിൻ്റെ ഓപ്പറേഷനുള്ളവർ കർത്താവ് കാണിച്ചു തരുന്നതാണ് കേട്ടോ പ്രാർത്ഥനയായി മാറണത്. ഇപ്പോഴും കർത്താവ് ഒരു കത്രികയാണ് കാണിച്ചു തരുന്നത്. ദാറ്റ് മീൻസ് ഒരു ഓപ്പറേഷന് വിധേയമാകാൻ പോകുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുക. ഓർക്കുക, ഈ ധ്യാനം എക്കാലങ്ങളിൽ നിങ്ങൾ കൂടുന്നുവോ അപ്പോഴെല്ലാം ഈ ഉള്ള ആൾക്കാർക്ക്, ഇത്തരം ആൾക്കാർക്ക്, ആ കാലങ്ങളിൽ ഓപ്പറേഷനിൽ വഴിക്ക് പോകുന്ന ആൾക്കാർക്ക് ഇത് തീർച്ചയായിട്ടും തുണയായി മാറും, കർത്താവിൻ്റെ കരുതലായി മാറും. ഇപ്പോൾ പ്രസവത്തിൻ്റെ സിസേറിയനായാലും ശരി, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നിങ്ങളുടെ അവയവങ്ങളുടെ ഏതെങ്കിലും ഓപ്പറേഷൻ ആയാലും ശരി, എല്ലാ ഓപ്പറേഷനിലും കർത്താവ് പരിശുദ്ധ അമ്മ തിയേറ്ററിൽ വരുവാനും നിന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടറിനെ കർത്താവ് അഭിഷേകം ചെയ്യാനും അവിടെ എല്ലാം ഉപയോഗിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെൻറ്റുകൾ കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും വേണ്ടി നീ എന്ത് അവസ്ഥയിലാണോ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിച്ചത്, അതിൻ്റെ പോസ്റ്റ് ഓപ്പറേഷൻ പീരീഡിലെ നീ അതിനേക്കാൾ പവർഫുള്ളായിട്ട് സർവശക്തിയോടുകൂടി നിന്റെ ജീവിത ദൗത്യത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഓപ്പറേഷനിലേക്ക് പോകാൻ പോകുന്ന എല്ലാവരെയും സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനം എപ്പോഴെല്ലാം, എവിടെയെല്ലാം, ആരെല്ലാം എപ്പോഴെല്ലാം കൂടുന്നുവോ കാലങ്ങളെല്ലാം നടക്കുന്ന മുഴുവൻ ഓപ്പറേഷൻ തിയേറ്ററുകളെ, ആ വ്യക്തികളെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ICU ആയിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, വെന്റിലേറ്ററിൽ ആയിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അതിൻ്റെ ഉറ്റവരെ ബൈസ്റ്റാൻഡേഴ്സിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ഒരു മറുപടി കിട്ടാതെ എല്ലാം ഇങ്ങനെ മെഷീനിലേക്ക് നോക്കിക്കൊണ്ട് വേദനിച്ച് കവണ്ട് നോർമലായോ എന്ന് വിചാരിച്ചുകൊണ്ട് വേദനിച്ചിരിക്കുന്ന ബന്ധുക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ കാറ്റ് വീശി അടിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ കാറ്റ് വീശി അടിക്കട്ടെ. കർത്താവേ റൂഹ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് ജീവൻ നൽകിയ പരിശുദ്ധാത്മാവിന്റെ ശക്തിവിശേഷം ജീവൻ സമൃദ്ധമായി നൽകുന്ന യേശു ക്രിസ്തുവിന്റെ പരിപാലനം നിന്നെ അഭിഷേകം ചെയ്യട്ടെ. തള്ളവിരലിൽ നിന്ന് തുടിക്കണം, കാലിൻ്റെ തള്ളവിരലിൽ പിടിക്കണം. പിന്നെ ഒരു കൈ കൊണ്ട്, ഇടത് കൈ കൊണ്ട് കാലിൻ്റെ ഒരു തള്ളവിരലിൽ പിടിക്കണം. വലത് കൈ നിൻ്റെ ഉച്ചിയിൽ വെക്കണം. ഉച്ചി മുതൽ ഉള്ളംകാല് വരെ നിൻ്റെ അവയവങ്ങളിലുള്ള കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം കയറി ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിൻ്റെ ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങളും അതിൻ്റെ മൂലകാരണങ്ങളും കർത്താവെ, മക്കൾ ഉള്ളംകാല് മുതൽ ഉച്ച വരെ നിനക്ക് സമർപ്പിക്കണം ഈശോയെ. അതിൽ യൂട്രസ് ഉണ്ട്, മൂത്രാശയങ്ങളുണ്ട്, ഗർഭാശയങ്ങളുണ്ട്, നടുവിലുണ്ട്, ഇടുപ്പിലുണ്ട്. കർത്താവെ, ഏതെല്ലാം ഞരമ്പുകൾ ബ്ലോക്കായുള്ള ഞരമ്പുകളുണ്ട് ഈശോയെ. അതുപോലെ തന്നെ കർത്താവ്, പല മക്കൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈശോയെ. ശ്വാസകോശ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ ഈശോ അനുഭവിക്കുന്നുണ്ട് ഈശോയെ. പങ്ക്രിയാസ് രോഗങ്ങൾ കർത്താവെ, കുടലിൻ്റെ കുരുക്കൾ കർത്താവെ, അൾസർ പോലെയുള്ള രോഗങ്ങൾ, RSS പോലെയുള്ള രോഗങ്ങൾ ഈശോയെ. തൊണ്ടയുടെ ക്യാൻസർ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസൈറ്റ് രോഗങ്ങൾ, സ്പോണ്ടിലോസിസിൻ്റെ രോഗങ്ങൾ ഈശോയെ. കർത്താവ്, എൻസഫാലോ ഡിസീസുകളെല്ലാം കർത്താവെ, ഇതുപോലെ മുഴുവൻ രോഗങ്ങൾ ഈശോ വിശുദ്ധ രക്തം, അവൻ്റെ വിശുദ്ധമായ രക്തത്താലാണ് നമ്മൾ വീണ്ടെടുത്തത് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന കർത്താവെ. ആ വിശുദ്ധമായ രക്തം കർത്താവെ, ഉള്ളംകാല് മുതൽ എല്ലാ കാലഘട്ടത്തിലേക്കാളും
ഏറ്റവും വലിയ ഔഷധമായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തം ആത്മാവിനെപ്പോലും കഴുകി വിശുദ്ധീകരിച്ച കർത്താവിൻ്റെ രക്തത്താൽ കർത്താവെ രോഗികളെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ, ചെവിക്ക് കേൾവിക്കുറവുള്ളവർ, സംസാരിക്കാൻ നിവൃത്തിയില്ലാത്തൊരു കർത്താവെ, ഗർഭമില്ലാത്ത മക്കൾ കർത്താവ്, ഗർഭിണിയാകാൻ പറ്റാത്ത മാനസിക അവസ്ഥകളുള്ളവരും ശാരീരിക അവസ്ഥയുള്ളവർ കർത്താവ്, അവരെല്ലാം നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഉടമ്പടിക്ക് നമ്മൾ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, 1 മണിക്കൂർ വചനം വായിക്കുന്നു, സൽപ്രവർത്തികൾ ചെയ്യുന്നു, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാ ഉദ്ദേശം എന്താണ്? 17:1 ഉൽപ്പത്തി പുസ്തകം എന്താണ്? ദൈവത്തിൻ്റെ മുമ്പാകെ സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് നമുക്ക് എബ്രായർ 10:24 വരാം. വായിച്ചോളൂ. എബ്രായർ 10:24. ശ്രുതികട്ടെ. എബ്രായർ 10:24. സ്നേഹത്തോടെ ജീവിക്കുന്നതിനും, ഏറ്റു പറഞ്ഞ സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നതിനും എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം. ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്താണ് നമ്മൾ ആലോചിക്കേണ്ടത്? പരസ്പരം പ്രോത്സാഹിപ്പിക്കണം, സ്നേഹത്തെ കഴിയണം, എങ്ങനെ കർത്താവിന് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യണം. ഇതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. മനസ്സിലായ? നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത് ദൈവം പറയുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത്, അയ്യോ അടുത്ത പ്രാവശ്യം മൊഡ്യൂൾസ് എല്ലാം കവർ ചെയ്യാൻ പറ്റുമോ, 4 മൊഡ്യൂൾസും കിട്ടുമോ, ഇനിയും വല്ല റീഡിങ് പോകുമോ? അപ്പോൾ നിങ്ങൾ ആലോചിക്കുക എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്? നിങ്ങളുടെ മൊഡ്യൂൾസിനെ കുറിച്ചാണ്. പക്ഷേ ഇതെല്ലാം ആലോചിക്കേണ്ടത് ഉടമ്പടിക്ക് ആലോചിക്കേണ്ടത് എന്താണ്? എങ്ങനെയാണ് പരസ്പരം പ്രോത്സാഹിപ്പിക്കണം വചനത്തിൽ. ഇങ്ങനെ സൽപ്രവർത്തികൾ ചെയ്യുന്നതും സൽപ്രവർത്തികളെക്കുറിച്ച് ആലോചിക്കുന്നതും എല്ലാം എന്തിനു വേണ്ടിയാണ്? അവൻ്റെ സന്നിധിയിൽ നിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ആർജിക്കാൻ വേണ്ടിയാണ്. അത് ഉടമ്പടിയുടെ ഭാഗമാണ്. എന്താണ്? നമ്മൾ ദൈവത്തോട് അനുയോജ്യമായൊരു പങ്കാളിയായിട്ട് മാറുകയാണ്. ഉടമ്പടി ഒരു പങ്കാളിത്തമാണല്ലോ നമുക്ക് വരണത്. അത് കുറ്റമറ്റവനായിരിക്കും. വിപിൻ എന്താ ചെയ്തിരിക്കുന്നത്? വിപിൻ പറയണത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതായത് അവനോട് അവനീ ദൈവത്തിൻ്റെ ഉടമ്പടി പാലിക്കുന്നതിന് ഒരു തന്നെ യോഗ്യമാക്കാൻ പറ്റാത്ത ചില അയോഗ്യ വശങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ട്. അവൻ 9ാം ക്ലാസ് മുതൽ ബിടെക് വരെ സിഗരറ്റ് വലിക്കുന്ന ആളാണ്. 9ാം ക്ലാസ് മുതൽ ബിടെക് വരെ സിഗരറ്റ് വലിക്കുന്ന ആളാണ്. ഉടമ്പടി എടുത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്തതേ ഉള്ളൂ. അപ്പം തന്നെ അവന് മനസ്സിലായി സംഗതി പിശകാണ്, ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകത്തില്ലെന്ന് മനസ്സിലായി. അതാണ് സംഭവം. എൻ്റെ മുമ്പാകെ നിൽക്കണം, കുറ്റമറ്റവനായിരിക്കണം, അല്ലേ? അതുപോലെ തന്നെ അവൻ്റെ പരിപൂർണതയിലേക്ക് നമ്മൾ തുല്യ പങ്കാളിയെപ്പോലെ യോഗ്യത പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ അവനെന്ത് ചെയ്ത് ഏകപക്ഷീയമായിട്ടൊരു തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ സിഗരറ്റ് ഉപേക്ഷിക്കണമെന്ന്. അത് കൃപ നിറയാമ്പൻ്റെ വഴികളാണ് ഈ സംഭവം. പക്ഷേ എന്നാലും പഠിക്കാൻ പറ്റണില്ല പാവത്തിന്. കാര്യം അവൻ്റെ കോൺഫിഡൻസ് മുഴുവൻ കളയണത് ഈ അരിയറല്ല, ഈ ഇൻറ്റേർണലാണ്. എങ്ങനെ പഠിച്ച് ജയിച്ചാൽ ഇൻറ്റേർണൽ പോയത് കഴിഞ്ഞ് അസസ്മെൻറ്റ് വരുമ്പോൾ കുളമായി പോകത്തില്ല. എന്നിട്ട് ഇവൻ പരീക്ഷയ്ക്ക് 20 പരീക്ഷകൾ എഴുതാൻ തുടങ്ങി. പരീക്ഷ ഹോളിൽ കയറിയപ്പോൾ ഒന്നും മനസ്സിലാകണില്ല, ഒന്നും ഓർക്കണമില്ല. അപ്പം മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ പഠിച്ചിട്ട് വരാം, അടുത്ത പ്രാവശ്യം ഞാൻ എഴുതാമെന്ന് പറയും. പരീക്ഷ ഹോളിൽ കയറുന്നത് പറയും. അപ്പോൾ അവർ തമ്മിൽ അതിനുള്ളിൽ ഭയങ്കര ഇൻറ്റിമസി ആയിപ്പോയി. കാര്യം ഇവനെല്ലാം ഇങ്ങനെ ഉപേക്ഷിക്കുന്നുണ്ടല്ലോ. ഇവനിങ്ങനെ കർത്താവിൻ്റെ അവൻ പറയണ പോലെ എല്ലാം കൃത്യം ഒരു ചെറുപ്പക്കാരനാണ്, മിടുക്കനാണ്. അതായത് ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അമ്മ അവന് സിൻസിയറായിട്ട് മനസ്സിലാക്കിയിട്ട് അമ്മ അവനോട് പറയും, നീ എഴുതാതെ പോകരുതെന്ന് പറയും. അപ്പോൾ ഇവൻ പറയും, ഇവൻ എഴുതാൻ തുടങ്ങിയിട്ട് കക്ഷിക്ക് അധികം ശരിക്കൊന്ന് ഹോംവർക്ക് ചെയ്യാതെ എഴുതുകയാണ്. അതുകൊണ്ട് അവൻ പച്ചക്ക് അമ്മയോട് പറയും, അമ്മ ഞാൻ നിർത്തുകയാണ്, ഞാൻ അടുത്ത പ്രാവശ്യം വന്ന് മര്യാദക്ക് പഠിച്ചിട്ട് വന്ന് എഴുതുക, ഇപ്പം എൻ്റെ തലയിൽ ഒന്നുമില്ല, ഇങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല, ദൈവത്തെ എന്തിനാണ് പരീക്ഷിക്കണമെന്ന് പറയുമ്പോൾ അമ്മ അവനോട് പറയും, നീ എഴുതാൻ പറയും. ഇതാണ് കൃപയുടെ ഹൃദയസ്പന്ദനം എന്ന് പറയണത്. ആ പരീക്ഷ കൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് അവൻ പറഞ്ഞു കൊടുക്കും, നീ എഴുതാതെ പോകരുതെന്ന് പറയും. അമ്മ അവനെ ഇരുത്തിക്കൊണ്ട് ആ ദിവസങ്ങളിലെല്ലാം 20 പരീക്ഷ എഴുതിക്കും. 20 പരീക്ഷ എഴുതിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു കമൻ്റുണ്ട്. ഞാൻ എഴുതി അവസാനം ഞാൻ പറഞ്ഞു, അതായത് ഞാനിങ്ങനെ എഴുതുമ്പോൾ
ഇത് എവിടെ നിന്നാണ്, ആരാണ് പറഞ്ഞു തരണമെന്ന് എനിക്കൊരു ഓർമ്മയില്ല. എനിക്കിങ്ങനെ ഉത്തരം ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഉള്ളിൽ നിന്ന്. മനസ്സിലായോ? കൃപ വന്ന് നിറയുകയും എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് അമ്മയെല്ലാം പറഞ്ഞു തരികയും ചെയ്യുകയാണ്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് എഴുതി കഴിയുമ്പോൾ, ഈ 20 പരീക്ഷ എഴുതി കഴിയുമ്പോൾ, അരിയറെല്ലാം എഴുതി കഴിയുമ്പോൾ ഇവൻ കോൺഫിഡൻ്റ് ആവും. ഇവൻ കോൺഫിഡൻ്റ് ആകുമ്പോൾ അവൻ ജയിച്ച പോലെയാവും. പക്ഷേ റിസൾട്ട് വരുമ്പോൾ അതുപോലെ തന്നെ ഇടിപെട്ട് റിസൾട്ട് എല്ലാ പേപ്പർ ക്ലിയർ ചെയ്യും. അതായത് അതൊക്കെ ഒരാളിൽ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന രീതി കണ്ടില്ലേ? ഇത് മെറിറ്റൊന്നും ഇല്ല അവന്, ശരിക്കും പറഞ്ഞാൽ യോഗ്യതയില്ല. ഇവിടെ എന്താ ഉള്ളത്? ഗ്രേസ് ഉണ്ട്. മനസ്സിലായി? ഞാൻ എപ്പോഴും പറഞ്ഞത് ഉടമ്പടി വർക്ക് ചെയ്യണത് Ephesians 2:8 നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്ന് വെച്ചാൽ മെറിറ്റ് വേണ്ടേ എന്നല്ല പ്രശ്നം. മെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ സിൻസിയർ ഹാർഡ് വർക്കാണ് നിങ്ങളുടെ മെറിറ്റ്. മനസ്സിലായ? നിങ്ങളുടെ സിൻസിയർ ഹാർഡ് വർക്ക്, സത്യസന്ധമായ കഠിനാധ്വാനം ഉണ്ടെങ്കിലും ചില സമയത്ത് മെറിറ്റ് ഡാമേജായി പോകാം. അങ്ങനെ വന്നാൽ ഉടമ്പടി നിങ്ങളെ താങ്ങി നിർത്തും. കാരണം എന്താണ്? ഉടമ്പടി നമുക്ക് ലഭിക്കണത് എന്താണ്? ഗ്രേസാണ്. ദൈവവചന ഗ്രേസാണ് കിട്ടുന്നത്. അതല്ല, ഇവൻ ഇതുകൊണ്ട് കൂട്ടുകാരത്ത് പറഞ്ഞു കൊടുത്ത് 32 അരിയറുണ്ടായിരുന്ന ആൾക്കാരെ കൊണ്ടേ അവൻ എഴുതിച്ചിട്ടുണ്ട്. ഇതേ സ്പിരിറ്റിൽ കൺവേ ചെയ്ത് നിങ്ങൾ വിചാരിക്കണത് ഈ ഒരു വ്യക്തി ഓൾ ഓൺ എ സഡൻ അമ്മയുമായിട്ട് കണക്ട് ചെയ്തൊരു വ്യക്തിയാണ്. ഒരു കൃപാസന പത്രം കൊണ്ട് ഈസ് നോട്ട് എ ക്രിസ്ത്യൻ. അതറിയുമ്പോഴാണ് പ്രശ്നം പറയണത്. അയാൾ ഒരു ക്രിസ്ത്യൻ അല്ല, ഐ മീൻ ദ ബാപ്റ്റിസ്റ്റ് അല്ല അയാൾ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയിൽ ദൈവ തിരുസന്നിധിയിൽ വിശുദ്ധനായി ജീവിക്കാൻ വേണ്ടി ആര് തീരുമാനിച്ചാലും അതിനു വേണ്ടി ബുദ്ധിപൂർവമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ദൈവം എബ്രഹാത്തിനോടെന്ന പോലെ അവനോട് പങ്കുചേർന്ന് അവനോട് കൂട്ടുകൂടും. പന്നയിലെ മരിയൻ ഉടമ്പടി ആയതുകൊണ്ട് അമ്മ ഇങ്ങനെ സഞ്ചാരി മാതാവാണ്. എന്താ പ്രശ്നം? ഉടമ്പടിയുടെ ഒരു ഘട്ടമല്ലേ, ഒരു കഷ്ണമല്ലേ അത്? എന്താണ്? നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഞാൻ വരൂ. അപ്പോൾ ഒരു സിംഗിൾ ഈവൻറ്റിനല്ല നമ്മൾ ഉടമ്പടി ചെയ്യണത്. വചനം എന്താ പറഞ്ഞിരിക്കണത്? ഏറ്റു പറഞ്ഞ്, നീ പോകുന്നിടത്തെല്ലാം നിന്നോടൊപ്പം ഞാൻ വരും. അപ്പം നമ്മളൊരു സിംഗിൾ, അത് ജോഷുവ 1:9 അവസാനത്തെ വചനമാണ്. ജോഷുവ 1:9 എന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ പോകുന്നിടത്തെല്ലാം. അപ്പോൾ ഒരു സ്ഥലമല്ലല്ലോ, ഇല്ലേ? അതായത് ഉടമ്പടിയുടെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത്, നമ്മൾ ഏതെല്ലാം മേഖലകളിലേക്ക് ചേഞ്ച് ചെയ്യുന്നോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉടമ്പടി ഉറപ്പുവരുത്തുന്നുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾ എന്തെല്ലാം മൂവ്മെൻറ്റ് നടത്തുന്നു അതെല്ലാം ദൈവം ഗ്യാരണ്ടി ചെയ്യും. രക്ഷിത പ്രവർത്തനത്തിൻ്റെ ഒരു സാക്ഷ്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. ഷീജ ജോയി പോട്ടയിൽ നിന്നൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞായിരുന്നു. ഈ ഉടമ്പടി, എനിക്ക് പറയാനുള്ള, ഉടമ്പടി കാലത്ത് ദൈവം നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന കാലമല്ലേ? നിങ്ങളെ ഉഴപ്പിയത് കൊണ്ട്, വിശുദ്ധി ഇല്ലാതെ ജീവിക്കണതുകൊണ്ടാണ് ചില സമയത്ത് ദൈവത്തെ നിങ്ങളോട് അടുക്കാൻ പറ്റാതെ വരുന്നത്. പക്ഷേ ഉടമ്പടിയോട് പോലെ സിമ്പിളായിട്ട് ദൈവത്തിന് ഇടപെടാൻ പറ്റിയ ഒരു പ്രാർത്ഥനാ രൂപമില്ല. അത്രയും സിമ്പിളാണിത്. അപ്പം അല്പമൊന്നും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഷീജ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അമ്മ ഒരു സ്വപ്നം കാണിച്ചു. അത് ഈ ആഴ്ചത്തെ സാക്ഷ്യമാണ്. സ്വപ്നം കാണിച്ചതെന്ന് വെച്ചാൽ, ഞാനിവിടുന്ന് പഴം കൊടുത്തുകൊണ്ടിരിക്കുന്നു, നേർച്ചപ്പഴം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അൽത്താരയിൽ നിന്ന് ഒരു പഴം അവൾക്ക് കൊടുത്തു. അപ്പോൾ ആ പഴം കൊടുത്തപ്പോൾ ഉടനെ അത് ഷീജ ബാക്കിലേക്ക് പാസ് ചെയ്ത്, കിട്ടാത്തവർക്ക് പാസ് ചെയ്ത്. അപ്പോൾ അവൾ നോക്കുമ്പോൾ പുറകിലോട്ട് പാസ് ചെയ്ത് തിരിഞ്ഞ് നോക്കുമ്പോൾ കൈ 2 പഴം ഇരിക്കണം. അപ്പോൾ ഉടനെ അതും കിട്ടാത്തവർക്ക് ഇങ്ങനെ പാസ് ചെയ്ത്, അപ്പം തിരിഞ്ഞ് നോക്കുമ്പോൾ കൈ 2 പടലപ്പഴം ഇരിക്കണ്ടേ. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആമവാദമാണ്. ഞാൻ സാക്ഷി ഇട്ടിട്ടുണ്ടേ, നോക്കണേ. ആമവാദമാകുമ്പോൾ കൈ പൊക്കാൻ പറ്റത്തില്ല. ഒരു കൈ ഇങ്ങനെ തളർന്ന് കിടക്കുകയാണ് വാദം പിടിച്ച്. എന്നിട്ട് ഇവർ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ഇവിടെ വരണത്. പക്ഷെ ഒരു പ്രാവശ്യം ഹസ്ബൻഡ് ആ സമയത്ത് ലീവ് കിട്ടിയില്ല, അതുകൊണ്ട് ഒറ്റക്ക് വന്ന്.
അതങ്ങനെ പോകാൻ പറ്റില്ല. ഒരു കൈ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കൈ കൊണ്ട് പിടിച്ച് ബസ്സെ പിടിച്ച് വരണ്ടേ. ഓരോ മനുഷ്യരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടില്ലേ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവരിവിടെ വന്ന് ഇതുപോലെ നിങ്ങൾ ധ്യാനമൊക്കെ കൂടി വെച്ചും പോകാൻ നേരത്ത് ഇവർ ബിഗ് ഷോപ്പർ കൊണ്ടാണ് വരണത്. അപ്പോൾ 100 പത്രം വാങ്ങിക്കും. ഒരു കൈ കൊണ്ടാണ് പിടിക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഒരു കൈയുടെ തണ്ടയിലിടുകയാണ്. ഈ 100 ബിഗ് ഷോപ്പർ മേടിച്ച് ഒരു കൈയുടെ തണ്ടയിലിട്ടിട്ട് ബസ്സിലേക്ക് കയറണം. എന്നിട്ട് എത്രയും കഷ്ടപ്പെട്ടാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്. ചെയ്തിട്ട് കൊടുക്കണ ഓരോ സ്ഥലത്തും മാതാവിനെക്കുറിച്ച് പറയും. ഇവരെ ചുമ്മാ ഇങ്ങനെ നോട്ടീസ് പറഞ്ഞതല്ല. കാര്യം നിങ്ങൾക്കറിയാം, ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു ചെയ്യുന്ന പ്രാർത്ഥനയാണ്, ചൊല്ലുന്ന പ്രാർത്ഥനയല്ല. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 100 പ്രാവശ്യം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതിയെന്നൊക്കെ പറഞ്ഞിട്ട് വരിക. അതൊക്കെ വെറുതെ വിട്ടിത്തരാം. അതൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത, അച്ഛൻ പറയാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ കൂട്ടിച്ചേർക്കരുതേ. ഇത് തന്നെ വളരെ ശ്രദ്ധപൂർവം ദൈവം തരാത്ത ഒരു പ്രചോദനങ്ങളും, അത് ദൈവികമായ പഠനങ്ങൾ, സഭയുടെ പഠനങ്ങളെല്ലാം വെച്ച് നോക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ അത് പാസ് ചെയ്യണത്. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വീട്ടിൽ ഇരുന്ന് ഇരുട്ടത്തിരുന്ന് വരെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ള മിഥ്യാധാരണ ഒന്നും ഉണ്ടാക്കരുത്. ഉടമ്പടി മര്യാദക്ക് പുറത്തിറങ്ങി ചെയ്യണ ജോലിയാണ്, ചെയ്യണ പ്രാർത്ഥന. അവൻ പറയണ പോലെ ചെയ്യണം സംഭവം. അപ്പം അതുകൊണ്ട് തന്നെ ഇവരെന്താ ചെയ്യേണ്ടത്? ഇവരുടെ അവസ്ഥ കണ്ട, ഒരു കൈ അവർക്കില്ല. ഒരു കൈ വെച്ചുകൊണ്ടാണ് ഈ ബസ് കയറി വരണ പിടിച്ചോണ്ട്. അതിൻ്റെ ഒക്കെ 100 ബിഷോപ്പർ മേടിച്ച് 3 പത്രം മേടിച്ചുകൊണ്ട് ഒരു ബിഷോപ്പർ ഇട്ടുകൊണ്ട് കൈത്തണ്ട ഇട്ടുകൊണ്ട് വരെ കൈത്തണ്ടയിടാൻ പറ്റത്തുള്ളൂ. അവരാ പത്രം ഓരോ സ്ഥലത്ത് കൊണ്ടേ കൊടുക്കും. കൊടുത്തിട്ട് അവർ മാതാവിനെക്കുറിച്ച് സംസാരിക്കും. എൻ്റെ പേര് ജിഷ ടോജോ, സ്ഥലം കുറവിലങ്ങാട്. ഞങ്ങൾ 20 വർഷമായിട്ട് UK-യിലാണ് താമസിക്കുന്നത്. പരിശുദ്ധ അമ്മ മാതാവിനും ദൈവകുമാരനും 1000 നന്ദി. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് തന്ന വളരെ വലിയ ഒരു അനുഗ്രഹം നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നതിനാണ്. ഇത് എൻ്റെ ഹസ്ബൻഡ് ടോജോ ഫ്രാൻസിസ് 2021 ജനുവരി 18 കോവിഡ് ബാധിതനായി അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി UK-യിൽ. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്, അതുകൊണ്ട് വെൻറ്റിലേറ്ററിലേക്ക് മാറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ വെൻറ്റിലേറ്ററിൻ്റെ ഓരോ ട്യൂബുകൾ വലിച്ചൂരുകയും പിന്നെ നോർമലായി ബ്രീത്ത് ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആവുമെന്ന്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നു. പെട്ടെന്ന് പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഡോക്ടേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, ഞാനും എൻ്റെ 3 മക്കളും മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു നിൻ്റെ ഹസ്ബൻഡ് മരിക്കാൻ പോവുകയാണ്, നീ പെട്ടെന്ന് ഉടനെ വന്ന് നിൻ്റെ ഹസ്ബൻഡിനെ കാണണമെന്ന് പറഞ്ഞു. അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു നിമിഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് മൊബൈൽ കയ്യിലെടുത്ത് ആരെയൊക്കെ വിളിച്ചു, അതോടൊപ്പം ഞങ്ങളുടെ വികാരി അച്ഛനെ വിളിച്ചു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു മോളെ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാടി, ഞാൻ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം അത് ചെയ്തു. ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടി വേഗം ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെ ITUവിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ പോകാൻ പേടിയായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ടാണ് പോയത്. കാരണം 2 പേരെ അവർ അലവ് ചെയ്യുള്ളൂ. അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ കഴിഞ്ഞ് മുന്നേ എൻ്റെ ഫ്രണ്ട് കരയാൻ തുടങ്ങി. കാരണം അവൾ ITU എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ ടോജോയുടെ കണ്ടീഷൻ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ല. ഞാൻ നോക്കുമ്പോൾ ഒരു ഭീമാകാരമായ രൂപം കട്ടിലേക്ക് കിടപ്പുണ്ട്, അനക്കമൊന്നുമില്ല. മോണിറ്ററിലേക്ക് നോക്കിയപ്പോൾ BP ഇല്ല, ഒന്നും തന്നെ, റെസ്പിറേഷനൊക്കെ വളരെ ഹൈ, ഓക്സിജൻ്റെ ലെവലാണെങ്കിലും വളരെ താഴ്ന്ന് ഫുൾ വെൻറ്റിലേറ്റർ സപ്പോർട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ചെന്നിട്ട് പറഞ്ഞു ടോജോ ദൈവം നമ്മുടെ മോൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം കണ്ണ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പുള്ളിക്ക് പറ്റുന്നില്ല. അപ്പം ഡോക്ടേഴ്സ് ആണെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാതെ അവരും വല്ലാതെ വിഷമിച്ച് നിൽക്കുക. അപ്പോൾ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിലൊരു കൊന്തയുണ്ടായിരുന്നു, ആ കൊന്ത എൻ്റെ കയ്യിലിരുന്ന് വിറയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എവിടുന്നോ കിട്ടിയ ഒരു ധൈര്യത്തിന് ഞാൻ അവരോട് പറഞ്ഞു നീയല്ല, നിന്നെ കഴിഞ്ഞ് ശക്തനായവൻ മുകളിലുണ്ട്, അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന്. ഇത് കേട്ട നിമിഷം ആ ഡോക്ടർ എന്നോട് പറയുക ഒരു നിമിഷം നീ വെയിറ്റ് ചെയ്യും, ഞാൻ എൻ്റെ കൊളീക്കിനോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ 2 പേരും എന്തൊക്കെയോ ഡിസ്കസ് ചെയ്തതിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ടോജോയെ ഓപ്പറേഷൻ എടുക്കുകയാണ്, പക്ഷേ നിനക്ക് ഞാൻ 1% പോലും ഞാൻ ഹോപ്പ് തരികയില്ല,
രക്ഷപ്പെടുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പ്രതീക്ഷയുണ്ട്, അവൻ തിരിച്ചു വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ലെറ്റ്സ് ഹോപ്പ് സോ. അങ്ങനെ അദ്ദേഹത്തെ ഓപ്പറേഷന് കയറ്റി. അപ്പോൾ ആരോ എൻ്റെ കയ്യിൽ ഒരു പ്രെയർ പുസ്തകം കൊണ്ടു തന്നു. അത് മറിച്ച് നോക്കാനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ ജസ്റ്റ് ഒരു വാചകം മാത്രം എൻ്റെ കണ്ണിലുടക്കി. ഇഫ് യു ആസ്ക് എനിത്തിങ് ഇൻ ദ നെയിം ഓഫ് ഗോഡ് യു വിൽ ഗെറ്റ് ഇറ്റ്. അതായത് നിങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ എന്ത് ചോദിക്കുന്നു അത് നിങ്ങൾക്ക് കിട്ടും. ഞാൻ വേറൊന്നും പ്രാർത്ഥിച്ചില്ല, ആ ബൈബിൾ വചനം മാത്രം നോക്കി ഒരേ ഇരിപ്പിരുന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കാണും ഒരു നേഴ്സ് ഓടി വന്ന് കരഞ്ഞുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ടോജോയുടെ BP നോർമലായി ജിഷ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ചൊരു സമാധാനം. പക്ഷേ എന്നാലും കണ്ടീഷൻ വളരെ ക്രിറ്റിക്കലാണ്. പിന്നെ നമുക്കവിടെ നിൽക്കാൻ സാധിക്കില്ല. ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ഓരോ ദിവസവും ഡോക്ടേഴ്സ് വിളിക്കും, കണ്ടീഷൻ ക്രിറ്റിക്കലാണ്, ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, ഇത് തന്നെ അവർ പറയുന്നുള്ളൂ. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വയറിൻ്റെ ഡ്രസ്സിങ് ഒന്നും അവർ മാറ്റുന്നു അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു അവർ വയറിനോട്ടൊന്നും നോക്കുന്നില്ല, അവർ ഒള്ളി ലങ്സ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് 40% ഉള്ളൂ ലങ്സ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കണ്ടീഷൻ വേഴ്സായി. അത് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ കിഡ്നി രണ്ടും ഫെയിലിയറായി. അവർ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഒരിക്കൽ പോലും പ്രോപ്പറായിട്ടൊരു ഡയാലിസിസ് അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്ന് തന്നെ പറയാം. കാരണം ഓരോ പ്രാവശ്യവും ബ്ലോക്കുകളുണ്ടാകും. അവർ പറഞ്ഞ് അവർക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് അവരുടെ പ്രതീക്ഷ നശിച്ചുകൊണ്ടിരിക്കുക. എന്തോ ഒരു റീസൺ കാരണം അവർ വെന്റിലേറ്റർ ഓഫാക്കുന്നില്ല. ഞാൻ അവരോട് വഴക്കുണ്ടാക്കും, അവർ വെന്റിലേറ്റർ ഓഫാക്കാനായിട്ട് വിളിക്കും, ഞാൻ സമ്മതിക്കുകയില്ല, അവർ ഓഫാക്കുകയില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിലേക്ക് വിവരം വിളിച്ച് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഡാഡിയും മമ്മിയും ടോജോയുടെ ജ്യേഷ്ഠനും ചേട്ടത്തിയമ്മയും കൂടെ ഓടി കൃപാസനത്തിൽ വന്നു. അന്ന് കോവിഡ് ഒത്തിരി വ്യാപിച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് അവർക്ക് അച്ഛനെ ഒന്നും കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഇവിടെ ഏതോ ഒരു ബ്രദർ മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ ബ്രദറിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഇങ്ങനെയാണ് കണ്ടീഷൻ, എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു ഇവർ കരയുക. അപ്പോൾ ബ്രദർ പറഞ്ഞു ഓക്കെ ഞാൻ ചെന്ന് സംസാരിച്ച് നോക്കട്ടെ അച്ഛൻ്റെ അടുത്തെന്ന് പറഞ്ഞു. അച്ഛൻ്റെ അടുത്ത് ചെന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അത് എഴുതി കൊടുക്കാൻ പറഞ്ഞു. അവരത് പേപ്പറിൽ എഴുതി കൊടുത്തു. അന്നൊരു സൺഡേയാണ്. അപ്പം കുർബാനയ്ക്ക് അച്ഛൻ അത് വെച്ച് പ്രാർത്ഥിച്ചു. അപ്പം വൈകുന്നേരം ആയപ്പോൾ മമ്മി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് ടോജയ്ക്ക്. അപ്പോൾ ഒരു ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അന്ന് ഇവിടുന്ന് ഉടമ്പടിയൊക്കെ എടുത്തിട്ടാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് അവർ ആ ഉടമ്പടി തൈലവും ഇവിടുത്തെ ഇവിടുത്തെ കിണറ്റിലെ വെള്ളവും പിന്നെ ആ കാശുരൂപം എല്ലാം കൂടെ എനിക്ക് കൊറിയർ ചെയ്ത് അയച്ചു തന്നു. 5ാമത്തെ ആഴ്ചയാണ് അവർക്ക് അച്ഛനെ കാണാൻ സാധിച്ചത്. അപ്പോൾ അന്ന് അച്ഛൻ ഇതിലെ നടന്നു പോയുന്ന വഴിക്ക് എൻ്റെ മമ്മി അച്ഛൻ്റെ പുറകെ കരഞ്ഞോണ്ട് ഓടി ചെന്നിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛാ ഇങ്ങനെ എൻ്റെ മോന് വയ്യാണ്ടിരിക്കുകയാണ്, കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. അപ്പോൾ അച്ഛൻ ഒന്നും മിണ്ടിയില്ല. എല്ലാം പറഞ്ഞു തീർന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അവൻ സൗഖ്യപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മമ്മി ഓടി ചെന്നിട്ട് എൻ്റെ ഡാഡിയോട് പറഞ്ഞു. ഡാഡി അപ്പം ടോജോ മൊബൈലിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് അച്ഛനെ കാണിച്ചു. അപ്പം അച്ഛൻ അത് നോക്കി ആശീർവദിച്ച് അവൻ സൗഖ്യപ്പെട്ടു എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് ടോജോയുടെ വയറിനെല്ലാം ഇൻഫെക്ഷൻ ബാധിച്ച് പുള്ളിയുടെ ഇൻറ്റസ്റ്റൈൻ മുഴുവൻ വെളിയിലായിരുന്നു. അബ്ഡമൻ 2ആയിട്ട് പിളർന്നു പോയി ഇൻറ്റസ്റ്റൈൻ കംപ്ലീറ്റ് ഒരു ഫുട്ബോൾ പോലെ പുറത്ത് കിടക്കുകയാണ്. 5ാമത്തെ പ്രാവശ്യം ഡോക്ടേഴ്സ് എന്നെ വിളിച്ചു. അപ്പോൾ അതിനിടയിൽ കൊറിയറിൽ എനിക്കിവിടെ അയച്ചു തന്ന എല്ലാം കിട്ടി. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്നും കടത്താൻ പറ്റത്തില്ല. അപ്പോൾ അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു നിങ്ങളിതെങ്ങനെയാലും ടോജോയുടെ ദേഹത്തൊന്ന് പുരട്ടണം. അപ്പോൾ ഇവർ രഹസ്യമായിട്ട് ഇവിടുന്ന് തന്ന ഉടമ്പടി തൈലവും കാശുരൂപവും എല്ലാം ടോജോയുടെ ദേഹത്ത് കുരിശ് വരച്ച് പുരട്ടുകയും കാശുരൂപം കൈ കെട്ടുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് 5ാമത്തെ പ്രാവശ്യം ഡോക്ടേഴ്സ് എന്നെ വിളിച്ചു. കാരണം അദ്ദേഹത്തിന് ബ്രെയിൻ ബ്ലീഡായി, സീഷറായി, സോഡിയെല്ലാം ഭയങ്കരമായിട്ട് കൂടി. ഞാൻ ചെന്ന് 5ാമത്തെ പ്രാവശ്യം എന്നെ വെന്റിലേറ്റർ ഓഫ് ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് അവർ ചെയ്യുമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ കട്ടിലോടുകൂടി കിടന്ന് പുള്ളി വിറയ്ക്കുകയാണ്. കിഡ്നി 2 ഫെയിലിയറായി, ഇനി ഒന്നും ചെയ്യാനില്ല. അവർ ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്തു. ലങ്സ് എന്നോട് പറഞ്ഞു 0% ആണ്, ഇനി ഒന്നും ചെയ്യാനില്ല. എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ടുപോയിട്ട് നിനക്ക് എന്ത് ചെയ്യാനാ, കാരണം ജീവിതകാലം മുഴുവൻ ഓക്സിജൻ വേണ്ടി വരും, പിന്നെ ഡയാലിസിസ് ആണെങ്കിൽ ജീവിതകാലം മുഴുവൻ അത് ചെയ്യേണ്ടി വരും, റൈറ്റ് സൈഡ് പാരലൈസ്ഡ് ആണ് എന്നെല്ലാം പറഞ്ഞു. ബ്രെയിൻ ബ്ലീഡും ഉണ്ട്, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ഒരാളെ നീ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞെങ്കിലും ഒരിക്കൽ പോലും അദ്ദേഹം മരിക്കുമെന്നോ മരണത്തിന് വിട്ടുകൊടുക്കണമെന്നോ എനിക്കൊരു ആത്മഹത്യ ചെയ്യണമെന്നോ അങ്ങനെയുള്ള ഒരു ചിന്തയും ദൈവം എൻ്റെ മനസ്സിലൂടെ കടത്തി വിട്ടേയില്ല. കാരണം 82 ദിവസമാണ് അദ്ദേഹം വെന്റിലേറ്ററിൽ ഒരു ബോധവും ഇല്ലാതെ കിടന്നത്.
അത് കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് ലാസ്റ്റ് വെന്റിലേറ്റർ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞ് അന്ന് ഞാൻ പോയപ്പോൾ എൻ്റെ ജാക്കറ്റിനുള്ളിൽ ഇവിടുത്തെ ഉടമ്പടി തൈലം ഞാൻ രഹസ്യമായിട്ട് കൊണ്ടുപോയി. ആരും അറിഞ്ഞില്ല, കാരണം അവർ നമ്മളെ കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ടേ കയറ്റി വിടുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ടോജോയുടെ അടുത്ത് ചെന്ന് ടോജോയുടെ കയ്യിലും നെറ്റിയിലും എല്ലായിടത്തും ഏതൊക്കെ ഓർഗൻസാണോ മോശമാണെന്ന് പറഞ്ഞു അവിടെ എല്ലാം ഞാൻ ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ അന്ന് ഡോക്ടേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഞങ്ങളൊന്നും ചെയ്യാനില്ല. കാരണം ഞാൻ പറഞ്ഞു, ഞാനാണ് പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ്, നിനക്കല്ല അധികാരം വെന്റിലേറ്റർ ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, പേഷ്യൻറ്റിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു, നീ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടെ ഇന്ന് കസേര എടുത്ത് കൺസൾട്ടൻറ്റിനെ അടിക്കാൻ വരെ തുടങ്ങി. ഞാൻ പറഞ്ഞു, കാരണം അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ അതല്ല അതിലപ്പുറം ചെയ്തു പോകും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു, ഓക്കെ, അവൻ്റെ ഹാർട്ട് കംപ്ലീറ്റ് സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ കൊണ്ട് നിർത്തുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ എന്നിട്ട് വീട്ടിലോട്ട് പോയി. പിറ്റേ ദിവസം ഞാൻ കേൾക്കുന്ന വാർത്ത, നേഴ്സുമാർ എന്നോട് പറയുകയാണ്, രാവിലെ അവർ ഡ്യൂട്ടിക്ക് ചെന്നപ്പോൾ ടോജോ ഡോക്ടർ നേഴ്സുമാരെ നോക്കി ചിരിച്ചു കാണിച്ചു വന്നു. 82 ദിവസം വെന്റിലേറ്ററിൽ കിടന്ന് 75 ദിവസത്തോളം കംപ്ലീറ്റ് ബോധമില്ലാതെ 72 ദിവസത്തോളം കംപ്ലീറ്റ് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളിയുടെ ഇൻഡസ്ട്രിയിലെല്ലാം അവരകത്താക്കി. പക്ഷേ അത് സ്റ്റിച്ച് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് വാക്ക് തെറാപ്പി എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അത് ചെയ്ത് അബ്ഡോമൻ അവർ ക്ലോസ് ചെയ്ത്, ബാക്കി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ക്ലോസ് ചെയ്തു. ഓക്സിജൻ കംപ്ലീറ്റ് നിർത്തലാക്കി. ഡയാലിസിസ് ഇല്ലാതെ തന്നെ ടോജോ യൂറിൻ പാസ് ചെയ്തു. ബ്രെയിൻ ബ്ലീഡിനുള്ള മെഡിസിൻ കൊടുത്തു, അതും സ്റ്റോപ്പായി. ഇപ്പോൾ ദേ പൂർണ്ണ ആരോഗ്യവാനായിട്ട് എൻ്റെ മുന്നിൽ നിൽപ്പുണ്ട്. 119ാമത്തെ ദിവസം ഡിസ്ചാർജായി വീട്ടിൽ വന്നു. ഇവിടുത്തെ അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത് സാധിച്ചതെന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ച് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് 5 വർഷമായി നാട്ടിൽ വന്നിട്ട്. അപ്പോൾ ഇപ്രാവശ്യം വരുമ്പോൾ സാക്ഷ്യം പറയണമല്ലോ എന്ന് വിചാരിച്ച് വരാൻ തുടങ്ങിയപ്പോൾ പല തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൃപാസനം മാതാവിനോട് പറഞ്ഞു, എനിക്ക് പല തടസ്സങ്ങളുമുണ്ട്, എനിക്ക് മുന്നേ പോയി നീ വഴി ഒരുക്കിക്കോണം. എനിക്കറിയാം, ഞാനിപ്പോൾ ഒരു ഫ്രണ്ടിനോട് പറയുന്ന പോലെ മാതാവിനോട് പറഞ്ഞാൽ മതി, എനിക്കെല്ലാം ശരിയാക്കി തരും. കാരണം ഞങ്ങൾ ഡൽഹി വഴിയാണ് വന്നത്. അപ്പോൾ അവിടെ ഭയങ്കര വെള്ളപ്പൊക്കമാണ്, നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് എൻ്റെ മമ്മി ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, കൃപാസനം മാതാവ് അതൊക്കെ ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഡൽഹിയിൽ 2 ദിവസം താമസിച്ചു. ഒരു മഴ പോലും പെയ്തില്ല. തിരിച്ച് പിറ്റേ ദിവസം ഞാൻ കേൾക്കുന്ന വാർത്ത, ഞങ്ങൾ താമസിച്ച സ്ഥലം വെള്ളം വന്ന് പൊങ്ങിയെന്നാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ എത്തി. എൻ്റെ മക്കൾക്കും കൃപാസനം മാതാവിനെ ഭയങ്കര വിശ്വാസമായി. എക്സാമിന് പോകാൻ തുടങ്ങുന്നതിന് മുന്നേ അവരെന്നോട് പറയും, അമ്മ ഞങ്ങൾക്ക് ആ ലോക്കറ്റ് ഞങ്ങളുടെ നെക്കിലിട്ടതാ, മാതാവ് ഞങ്ങളെ സഹായിക്കുമെന്ന് പറയും. അവരാ ലോക്കറ്റ് ഇട്ടുകൊണ്ടേ എക്സാമിന് പോകാറുള്ളൂ. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അമ്മ മാതാവിന് 1000 നന്ദി.